വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗസറ്റ് ഡേറ്റ് 28/11/2025 അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/12/2025 വരെയാണ്. കാറ്റഗറി നമ്പർ 442/2025. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി രജിസ്ട്രേഷൻ നടത്തിയ ശേഷം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാമർ. സ്കെയിൽ ഓഫ് പേ വരുന്നത് 56,500 മുതൽ 1,18,100 വരെ. നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് 1. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 22 വയസ്സ് മുതൽ 40 വയസ്സാണ് പ്രായപരിധി വരുന്നത്. ഓൺലി കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1985 മുതൽ 1/1/2003 വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ഓൺലി കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1985 മുതൽ 1/1/2003 വരെ. OBC SC/ST കാൻഡിഡേറ്റിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ആദ്യത്തേത് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിടെക്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ബിടെക് ബിരുദമാണ് ക്വാളിഫിക്കേഷൻ. ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അല്ലെങ്കിൽ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. MSc കമ്പ്യൂട്ടർ സയൻസ് ആണ് രണ്ടാമത്തെ യോഗ്യത പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തത് പറഞ്ഞിരിക്കുന്നത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള MBA ബിരുദമാണ് പറഞ്ഞിരിക്കുന്നത്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT, MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MCA. ഈ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒന്ന് ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എല്ലാ പോസ്റ്റിനും ഉള്ള പോലെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. ടോട്ടൽ ഓഫ് പീരീഡ് ഓഫ് 2 years ഓൺ ഡ്യൂട്ടി വിത്തിൻ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 3 years. ആദ്യത്തെ വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ആനുവലി 2 വർഷമാണ് പ്രൊബേഷന് വേണ്ടി പരിഗണിക്കുന്നത്. റിസർവേഷൻ KSR ഉൾപ്രകാരമുള്ള റിസർവേഷൻ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. മെത്തേഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻസ്. വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ നേരെയുള്ള അപ്ലൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ഉപയോഗിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ ഒരു സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ കോപ്പി ലഭിക്കുന്നതാണ്.
OMR റിട്ടൺ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് നടത്തുന്നതിലേക്കായിട്ട് കാൻഡിഡേറ്റ് എല്ലാവരും കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് ജനറേറ്റ് ആവുകയുള്ളൂ. എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വരുന്നതാണ്. ഇമെയിലായിട്ടും മെസ്സേജായിട്ടും അറിയിക്കുന്നതാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റുകൾ. അതനുസരിച്ച് കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ആധാർ കാർഡ് പ്രൊഫൈലിൽ ഉൾപ്പെടുത്താത്തവർ ആധാർ കാർഡ് ഉൾപ്പെടുത്തേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/12/2025 ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് 31 December 2025 Wednesday up to 12 midnight. Address to which application are to be sent www.keralapsc.gov.in. നോട്ടിഫിക്കേഷൻ മലയാളത്തിൽ ലഭ്യമാണ്. കാറ്റഗറി നമ്പർ 442/2025. വകുപ്പിന്റെ പേര് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. ഉദ്യോഗ പേര് അസിസ്റ്റന്റ് പ്രോഗ്രാമർ എന്നാണ്. ശമ്പളം 56,500 മുതൽ 1,18,000 വരെയാണ്. 18,100 വരെ ശമ്പള സ്കെയിൽ വരുന്നത്. ശമ്പളം വരുന്നത് 56,500 മുതൽ 1,18,100 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം ഒരു വേക്കൻസിയാണുള്ളത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 22 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഉള്ള ബിടെക് ആണ്. അല്ലെങ്കിൽ ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ സയൻസിലുള്ള MSc അല്ലെങ്കിൽ ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA എന്നിവയാണ് യോഗ്യതയായിട്ട് പറയുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തവർ പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അവസാന തീയതി 31/12/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അപേക്ഷകളെല്ലാം തന്നെ സമർപ്പിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക. ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എഡീന അക്കാഡമിയുടെ ഫേസ്ബുക്ക് പേജും അവൈലബിൾ ആണ്. എഡീന അക്കാഡമി എന്ന് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതാണ്. ജോബ് നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഫേസ്ബുക്ക് പേജിലും അവൈലബിൾ ആണ്. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് കമൻ്റായി കൊടുത്തിരിക്കാം. ഡിസ്ക്രിപ്ഷനും പേരുണ്ട് ഫേസ്ബുക്ക് പേജിന്റെ. അതും ഫോളോ ചെയ്യുക. താങ്ക് യു.